പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ള എൻ്റെ കൊച്ചു ഗാർഡൻ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ചെറിയ പൂന്തോട്ടം. അപ്പോൾ അങ്ങനെ പൂക്കളൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ ഈ മതിലിൻ്റെ സൈഡിലൂടെ കവറിൽ പിന്നെ പഴയ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ നമ്മൾ പൂ വരെ വെച്ചിട്ടുണ്ട്. പൊട്ടിയ ഫുട്ബോളിൽ വരെ നമ്മൾ പൂ വെച്ചിട്ടുണ്ട്, ചെടികൾ വെച്ചിട്ടുണ്ടാക്കി. ഇതൊക്കെ നമ്മൾ 10 മണി ചെടികളാണ്. ഇതിലൊന്നും ഇപ്പോൾ പൂ ഉണ്ടാവുന്നില്ല. എൻ്റെ സീസൺ കഴിഞ്ഞ ഒരു ഡിസംബർ ഈ മാസത്തിലൊന്നും ഉണ്ടാവില്ല. ഗൈസ്, ഇതാണ് വെള്ളച്ചെമ്പരത്തിയുടെ ചെടി. ഇതിലിപ്പോൾ പൂവൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നമ്മുടെ ചുവപ്പ് ചെമ്പരത്തിയുടെ ചെടിയാണ്. അത് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇതാണ് ആ ചെമ്പരത്തി, ഉണ്ട ചെമ്പരത്തി. ഗൈസ്, ഇതൊരു കളർ ചെടിയാണ്. ഇത് നല്ല വലിപ്പമൊക്കെ വെക്കുന്നതാണ്. ഇപ്പോൾ ഇത് ചെറുതാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നത് റോസ് ചെടിയാണ്. റോസൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ പൂ ഉണ്ടാവുന്ന ടൈമല്ല, നല്ല ചൂടുകാലാണ് ഇപ്പോൾ. ഇത് നമ്മുടെ 3 ലെയർ ചെമ്പരത്തിയാണ്. ഗൈസ്, ഇവിടെ ഒരു കളർ ചെടി ഉണ്ട്. പിന്നെ നമുക്കിനി ഇത് ഈ ഒരു ചെടി, ഇത് നമ്മുടെ ചുവപ്പ് ചെമ്പരത്തിയുടെ ചെടിയാണ്. ആ ചെടി നന്നായിട്ട് വലുതായിട്ടുണ്ട്. നല്ലോണം അങ്ങോട്ട് വലുതായി കിടക്കുകയാണ്. ഗൈസ്, ഇത് നമ്മുടെ പൂക്കൾ ഇവിടെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ 3 ലെയർ ചെമ്പരത്തിയാണ്. ഇത് നല്ലൊരു ചന്ദന കളറാണ്. ഇത് നമ്മുടെ ബാണപുഷ്പമാണ്. ബാണപുഷ്പം എന്ന് കേട്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ മുളക് ചെമ്പരത്തിയാണ്. നല്ല ചന്തണ്ട് കാണാൻ, മുളക് ഇങ്ങനെ നിൽക്കണ പോലെ ഉണ്ട്. ഇത് നമ്മുടെ വാടാർമല്ലിയാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ പിങ്ക് ചെമ്പരത്തി. പിങ്ക് ചെമ്പരത്തിയുടെ ചെടിയാണിത്. പിങ്ക് ചെമ്പരത്തി നന്നായിട്ട് ഉണ്ടായിരുന്നു. ചൂടുകാലം കാരണം ഒരു പൂ ഉണ്ടാകുന്നില്ല. പിന്നെ നമുക്ക് വാഴക്കൃഷിയൊക്കെ ഉണ്ട്. ഇവിടെ വാഴക്കൃഷി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. 3-4 വാഴ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലത്തെ 3-4 ഞങ്ങൾ വെട്ടും ചെയ്തു. അതിൽ കൊല വന്നിട്ട് പിന്നെ വെട്ടിക്കളയാനല്ലേ പറ്റൂ. ഇത് പിന്നെ പൂളക്കിഴങ്ങെന്ന് കേട്ടിട്ടുണ്ടാവും. ഇതാണ് പൂളക്കിഴങ്ങിൻ്റെ ചെറിയൊരു ഗാർഡൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. പൂളക്കിഴങ്ങ് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. കിഴങ്ങ് വർഗത്തിൽപ്പെട്ട സാധനമാണ്. അതിൻ്റെ ചെടിയാണിത്. നമ്മൾ അതിൻ്റെ നമ്മുടെ ഒരു തല കൊടന്ന് കുത്തിയിട്ട് അതിപ്പോൾ ഇല വന്നിട്ടേ ഉള്ളൂ. ഇത് ഈ സൈഡിൽ നിന്ന് ആ സൈഡ് വരെ നല്ല മൊത്തം ഇങ്ങനത്തെ ചെറിയ ചെറിയ ടൈപ്പ് കൃഷികളാണ്. നമുക്ക് അത്രയ്ക്കൊന്നും ഇല്ല ചെയ്യാനായിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ ടോട്ടൽ ഗാർഡൻ. ഗൈസ്, ആ മരത്തിലുണ്ടായി നിൽക്കുന്നതിൻ്റെ പൂവിൻ്റെ പേര് സ്വർണ്ണമലകി എന്നാണ്. ഇനിയിപ്പോൾ വേറെ നാട്ടിൽ എന്ത് പേരാണെന്ന് അറിയില്ല. നല്ല ചന്താണത് കാണാൻ. ഗൈസ്, ഇത് നമ്മുടെ നന്ദിരവട്ടാണ്. വെള്ളപ്പൂ ഉണ്ടായി നിൽക്കുന്നത് നന്ദിയാർവട്ടമാണ്. ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്.